യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവം നമ്മെ തൻ്റെ മുന്നറിവിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മെ വിശ്വസ്തരെന്നെണ്ണി നമ്മെ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ സേവിക്കുവാൻ തൻ്റെ വേലയ്ക്കാക്കി നമ്മെ ആക്കി വെച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വസ്തുത നമുക്ക് ചിന്തിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഇന്നത്തെ പരിതസ്ഥിതിയിൽ നമ്മൾ ചിന്തിക്കും, നമ്മൾ യോഗ്യരല്ല, അല്ലെങ്കിൽ ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ സംശയിക്കുമ്പോഴും ദൈവത്തിന്റെ വചനം നമ്മോട് വളരെ വ്യക്തമായി പറയുന്നു, നമ്മെ ദൈവം വിശ്വസ്തരെന്നെണ്ണി തൻ്റെ വേലയ്ക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്ന ഭാഗം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 14 മുതൽ. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ തൻ്റെ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. അവരെ വിശ്വസ്തരെന്നെണ്ണി ഈ യജമാനൻ അവരെ തൻ്റെ സമ്പത്ത് ഏൽപ്പിച്ചു. എന്ന് മാത്രമല്ല, ആ യജമാനന്റെ ആഗ്രഹം താൻ മടങ്ങി വരുമ്പോൾ ഈ സമ്പത്ത് ഈ ആളുകൾ, ഈ വിശ്വസ്തരായ ആളുകൾ വ്യാപാരം ചെയ്ത് അത് ഇരട്ടിയാക്കി തനിക്ക് തിരിച്ചു നൽകുമെന്നുള്ള ആ വലിയ പ്രതീക്ഷയിൽ. തീർച്ചയായിട്ടും ഈ സമ്പത്ത് ഈ വിശ്വസ്തരായ ദാസന്മാർ കൈകാര്യം ചെയ്യുമ്പോൾ അതിനുള്ള പ്രതിഫലം ഈ യജമാനൻ അവർക്ക് കൊടുക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയും നമുക്കിവിടെ ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവരാജ്യത്തിലും ഈ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് നമ്മെ ഏൽപ്പിച്ചതായ തൻ്റെ സമ്പത്ത്, അഥവാ ദൈവം നമുക്ക് തന്ന കഴിവുകൾ, നമ്മുടെ അവസരങ്ങൾ, നമ്മളുടെ താലന്തുകൾ, അതേപോലെ തന്നെ ദൈവം നമുക്ക് നൽകുന്നതായ സമയങ്ങൾ, അവയെ നമ്മൾ വിശ്വസ്തമായി ദൈവത്തിനൊന്നവണ്ണം നമ്മൾ ഉപയോഗിച്ച് അതിൻ്റെ നന്മ നമ്മൾ ഈ ഭൂമിയിൽ അനുഭവിക്കുകയും അതേപോലെ തന്നെ യജമാനൻ ആഗ്രഹിക്കുന്ന പോലെ തനിക്ക് അത് നേട്ടമാക്കി വെക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തൻ്റെ പ്രതീക്ഷ, തൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. എന്നാൽ ഈ വിശ്വസ്ത മനുഷ്യർ, അവർ ഈ യജമാനന്റെ ആളുകൾ എന്നവണ്ണം അവർക്കുള്ളതായ ആറ്റിറ്റ്യൂഡ്, അവരുടെ സമീപനം എന്തായിരിക്കണം എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിവിടെ 3 ദാസന്മാരെയാണ് കാണുന്നത്. ശ്രദ്ധിച്ച് നമ്മൾ പഠിച്ചാൽ ഈ 3 പേർക്കും വ്യത്യസ്തമായ ജീവിത രീതികളും സ്വഭാവങ്ങളുമാണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അവർക്ക് വ്യത്യസ്തമായ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും യജമാനൻ അവരെ ഏൽപ്പിച്ചതായ ആ സമ്പത്തിന്, ആ സ്വത്തിന്, അല്ലെങ്കിൽ ആ താലന്തുകൾക്ക് അവർക്ക് ഒരു പ്രത്യേക സമീപനമായിരുന്നു വേണ്ടിയിരുന്നത്. ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ച് ചില സൂചനകൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സമ്പത്ത് അവർക്ക് നൽകിയതായ യജമാനനോട് അവർക്ക് വിശ്വസ്തതയും സ്നേഹവും ബഹുമാനവും ഉണ്ടാവുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തെ നമ്മൾ എന്തുകൊണ്ട് ബഹുമാനിക്കണം? ദൈവത്തെ എന്തുകൊണ്ട് നമ്മൾ സ്നേഹിക്കണം? അതിനുള്ള മറുപടിയാണ് നമുക്ക് ഈ വേദഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. ദൈവത്തെ നമ്മൾ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അതേപോലെ തന്നെ ദൈവത്തിന് നമ്മൾ വിശ്വസ്തരായി ഇരിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ദാസന്മാരിൽ 2 പേര് യജമാനനോടുള്ള സ്നേഹത്തിൽ അവർ വളരെ മുൻപന്തിയിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഒരു താലന്ത് ലഭിച്ചവനായ വ്യക്തി യജമാനനെ കുറിച്ച് അറിഞ്ഞത് മറ്റുള്ളവർ അറിഞ്ഞതുപോലെയല്ല. അവന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുപോലെ തന്നെയാണ് ഇന്ന് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും. ചിലർ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ദൈവത്തെ മനസ്സിലാക്കി, അവരുടെ ജീവിത അനുഭവങ്ങളിലൂടെ ദൈവത്തെ മനസ്സിലാക്കി, ദൈവത്തിന്റെ പ്രകൃതം മനസ്സിലാക്കി, അതിനനുസരിച്ച് ദൈവത്തെ സമീപിക്കുന്നവരായ ആളുകളുണ്ട്. എന്നാൽ മറ്റു ചിലർ, അവർ പറയുന്നു, ഞങ്ങൾക്ക് ദൈവത്തെ അറിയാം, പക്ഷേ ദൈവത്തെ അറിയേണ്ടതുപോലെ അവർക്ക് അറിയുവാൻ സാധിച്ചിട്ടില്ല. മറ്റുള്ളവർ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഒരുപക്ഷെ അവർ കേട്ടിട്ടുണ്ടാവുകയുള്ളൂ. അതും ഒരുപക്ഷെ അവർക്ക് വളരെ തെറ്റായ ധാരണകളായിരിക്കും ദൈവത്തെക്കുറിച്ച് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ക്രൈസ്തവ ലോകത്തിലാണെങ്കിൽ പോലും അനേകർക്കും ജീവനുള്ള ദൈവത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, വിശുദ്ധ വേദപുസ്തകം അവർ വായിക്കുന്നില്ല. അതേപോലെ തന്നെ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ അനേക ദൈവദാസന്മാർ അറിയിക്കുന്നതായ സന്ദേശം, ദൈവത്തിന്റെ പ്രകൃതത്തെക്കുറിച്ചും ദൈവം ആരാണെന്നതിനെക്കുറിച്ചും ദൈവത്തിന്റെ വിശേഷണ ലക്ഷണങ്ങളെക്കുറിച്ചും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിലൂടെ
ദൈവത്തെ നമുക്ക് അപ്രകാരം അനുഭവിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ അറിയുവാൻ കഴിയത്തുള്ളൂ. ഇവിടെ ഈ രണ്ട് ദാസന്മാർ യജമാനനെ അറിഞ്ഞു എന്നുള്ളതാണ്. യജമാനന്റെ പദവി എന്താണ്, യജമാനൻ എന്താണ് ചെയ്യുന്നത്, യജമാനൻ എത്രത്തോളം തൻ്റെ കാര്യങ്ങളിൽ വളരെ കൃത്യനിഷ്ഠ ഉള്ളവനാണ്, അതുപോലെ തന്നെ യജമാനൻ തന്നതായ ആ സമ്പത്തിന് കണക്ക് ചോദിക്കുന്നവനാണ് എന്നിത്യാദി അനേക കാര്യങ്ങൾ ഈ ദാസന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഇവരുടെ ആറ്റിറ്റ്യൂഡ് വളരെ വ്യത്യസ്തമായിരുന്നു. ഇന്ന് ദൈവരാജ്യത്തിൽ ദൈവം നമ്മെ ഏൽപ്പിക്കുന്നതായ കഴിവുകൾ, താലന്തുകൾ, അവസരങ്ങൾ, സമയങ്ങൾ ഇവയെല്ലാം തന്നെ നമ്മൾ അനുഭവിച്ചുകൊണ്ട് ഈ ദൈവത്തെ ശരിയായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു സമീപനം, ഒരു ജീവിത രീതി നമുക്കുണ്ടാകണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, ഒരു കിങ്ഡം ആറ്റിറ്റ്യൂഡ്, ഒരു ദൈവരാജ്യ സമീപനം അല്ലെങ്കിൽ ഒരു ദൈവരാജ്യ സ്വഭാവം നമുക്ക് ഉണ്ടാകണം. കർത്താവ് യേശുക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ വാസ്തവത്തിൽ ആ ദൈവരാജ്യ സ്വഭാവങ്ങളെയാണ് താൻ വരച്ചു കാണിക്കുന്നത്. ധാരാളം കാര്യങ്ങൾ അവിടെ പറയാൻ നമുക്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവരാജ്യം അവകാശമാക്കും. അവർ ഭാഗ്യവാന്മാരാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അങ്ങനെയാണെങ്കിൽ ഈ മീക്ക്നെസ്, സൗമ്യത, അതേപോലെ തന്നെ ആത്മാവിലുള്ള ദാരിദ്ര്യം, ഇത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ സമ്പന്നനാണ് എന്നുള്ള ചിന്തയല്ല നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ആത്മീയമായി ഞാൻ സമ്പന്നനാണ് എന്നുള്ള ഒരു ചിന്തയല്ല നമുക്ക് വേണ്ടത്. പലരും ആത്മീയമായി തങ്ങൾ സമ്പന്നരാണ് എന്ന് ചിന്തിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവരുടെ ട്രഡീഷന്, പാരമ്പര്യം, അതേപോലെ തന്നെ അവരുടെ വീട്ടിൽ എത്ര പാസ്റ്റർമാരുണ്ട്, എത്ര അച്ഛന്മാരുണ്ട്, എത്ര പുരോഹിതന്മാരുണ്ട്, അവർ പള്ളിക്ക് കൊടുത്ത സംഭാവനകൾ, അതേപോലെ തന്നെ അവർ മറ്റ് ക്രിസ്തീയ പ്രവർത്തനങ്ങൾക്ക് കൊടുത്ത സംഭാവനകൾ എന്നതൊക്കെ വെച്ചാണ് അവർ പലപ്പോഴും ചിന്തിക്കുന്നത് തങ്ങൾ ആത്മീയമായി സമ്പന്നരാണ് എന്നുള്ളത്. പക്ഷെ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, പള്ളി പണിയിപ്പിച്ചു കൊടുത്താൽ പോലും നമ്മൾ ആത്മീയമായി സമ്പന്നരാകുന്നില്ല. മറിച്ച് ആത്മീയമായി നമ്മൾ സമ്പന്നരാകുന്നത് ദൈവം നമുക്ക് നൽകുന്നതായ കൃപ അനുഭവിക്കുക വഴി, അതേപോലെ തന്നെ നമ്മൾ കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി നിർവഹിച്ചതായ ആ പരമയാഗത്താലുള്ള ആ എല്ലാ ബെനഫിറ്റ്സും പ്രയോജനങ്ങളും നമ്മൾ അനുഭവിക്കുന്നവർ, നമ്മുടെ പാപത്തിൽ നിന്നുള്ള മോചനം അനുഭവിക്കുന്നവർ, രക്ഷയെ കരസ്ഥമാക്കുന്നവർ, രക്ഷയെ നിലനിർത്തുന്നവർ, അതേപോലെ തന്നെ പ്രത്യാശയോടെ ജീവിക്കുന്നവരായ ആളുകൾ, ഇവരൊക്കെയാണ് ആത്മീയമായി സമ്പന്നതയിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷെ സമ്പന്നതയിലേക്ക് പ്രവേശിച്ച പോലും പൂർ ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ നമ്മൾ ദരിദ്രരായി തീരണമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നു. അതിൻ്റെ അർത്ഥം നമുക്ക് ഇത് പോരാ, കൂടുതൽ ദൈവസാന്നിധ്യം അനുഭവിക്കണം, കൂടുതൽ ദൈവസ്നേഹം അനുഭവിക്കണം, കൂടുതൽ ആത്മീയ കൂട്ടായ്മ എനിക്കുണ്ടാകണം എന്നുള്ള ഒരു വലിയ വിശപ്പ്, ഒരു വലിയ ആർത്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇതും ദൈവരാജ്യ സ്വഭാവത്തിൻ്റെ ഒരു പ്രാധാന്യമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ദൈവരാജ്യ സ്വഭാവത്തിൽ പ്രാധാന്യമുള്ള ഒരു കാര്യം കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്, ഈ കുഞ്ഞുങ്ങളെ പോലെ നിങ്ങളാകണം. അങ്ങനെയുള്ളവർക്കാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അതായത് വളരെ ലളിതമായി തന്നെ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും, കുഞ്ഞുങ്ങൾ തങ്ങളുടെ മാതാപിതാക്കളെ ആശ്രയിക്കുന്ന പോലെ, വിശ്വസിക്കുന്ന പോലെ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ആശ്രയിക്കുന്നവരുമാകണം. അങ്ങനെ ധാരാളം ദൈവരാജ്യ സ്വഭാവങ്ങളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോടൊക്കെ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം വായിക്കുമ്പോൾ നമ്മളുടെ ആത്മീക സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ ദൈവരാജ്യ സ്വഭാവം എന്തായിരിക്കണമെന്ന് വളരെ വ്യക്തമായി അവിടെ പറയുന്നുണ്ട്. ഈ മൂന്ന് പേർക്കും ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം ആ യജമാനൻ അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തു പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പരദേശത്തേക്ക് പോകുന്ന യജമാനൻ ആ ദാസന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ നമ്മിൽ നിന്നും ദൈവം ദൈവരാജ്യത്തിൻ്റെ സ്വഭാവങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആ സ്വഭാവം ആ രണ്ട് പേര്, അതായത് 2 ലഭിച്ചവനും 5 ലഭിച്ചവനും കാണിച്ചതായിരുന്നു ആ ദൈവരാജ്യ സ്വഭാവം എന്ന് പറയുന്നത്. എന്നാൽ മൂന്നാമത്തവനായി അവന് 1 താലന്ത് മാത്രമാണ് ലഭിച്ചത്. പക്ഷെ അവനെന്ത് ചെയ്തു? അവൻ ചെയ്ത കാര്യം അവന് ലഭിച്ചതായ താലന്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. ആ കുഴിച്ചിട്ടതിന് അവൻ ന്യായീകരണമായിട്ട് ഈ യജമാനനോട് പറഞ്ഞതായ കാര്യം വളരെയധികം പ്രസ്താവ്യമായ ഒരു കാര്യമാണ്. നമുക്ക് ആ വേദഭാഗത്തിലേക്ക് കടന്നു വരാം.
മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഒരു താലന്ത് ലഭിച്ചവനും അടുക്ക വന്ന്, യജമാനനെ, നീ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റേതിതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ മനുഷ്യൻ്റെ മനോഭാവം നിങ്ങൾ നോക്കണമേ. മറ്റുള്ള ആളുകൾ യജമാനൻ്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് അവരിങ്ങനെ പറഞ്ഞു, 20-ാമത്തെ വാക്യം, 5 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനനെ, 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവന് 22-ാമത്തെ വാക്യമാണ്, അടുക്ക വന്ന് യജമാനനെ, 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു. അതിന് യജമാനൻ, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുമെന്ന് അവനോട് പറഞ്ഞു. ഈ 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഈ 1 താലന്ത് ലഭിച്ചവൻ വളരെ വ്യക്തമായി പറയുന്നു, തനിക്ക് ആ യജമാനൻ താലന്ത് തന്നത് തനിക്ക് വേണ്ടി തന്നു, അല്ലെങ്കിൽ തനിക്ക് വ്യാപാരം ചെയ്യാൻ തന്നു എന്നുള്ള ഒരു ചിന്തയില്ല. മറിച്ച് യജമാനനെ കുറിച്ചൊരു പ്രജഡ്യൂസ്, ഒരു മുൻവിധി അവനിൽ ഉണ്ടായിട്ട് ആ മുൻവിധിക്കനുസരിച്ചാണ് അവൻ ആ താലന്തിനെ കണ്ടത്, അതിനോടുള്ള സമീപനം. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ അത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഇന്നും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമുള്ള മുൻവിധികൾ പലർക്കുമുണ്ട്. എന്നാൽ ആ മുൻവിധികളെല്ലാം നമുക്ക് മാറുവാൻ നമ്മെ സഹായിക്കുന്നതാണ് ഈ യജമാനനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, യജമാനനെ കുറിച്ചുള്ള അറിവ്, ശരിയായിട്ടുള്ള അറിവ്, സത്യത്തിലുള്ള അറിവ്, ദൈവവചനത്തിലൂടെ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. അതാണ് നമ്മെ വ്യത്യസ്തമായ ഒരു ദൈവരാജ്യ അനുഭവത്തിൽ ജീവിക്കുവാൻ, അതേ ദൈവരാജ്യ സ്വഭാവത്തോടു കൂടി ജീവിപ്പാൻ നമ്മെ സഹായിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ദൈവരാജ്യ സ്വഭാവത്തോടുകൂടെ, ആ ആറ്റിറ്റ്യൂഡിനോടുകൂടെ നമുക്ക് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. തീർച്ചയായിട്ടും ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥല പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ദൈവരാജ്യ മൂല്യമുള്ളവരും ദൈവരാജ്യ ആറ്റിറ്റ്യൂഡുള്ളവരുമായി, കർത്താവെ, ഞങ്ങൾക്ക് ലഭിച്ച താലന്തുകളെ വിശ്വസ്തമായി അത് വ്യാപാരം ചെയ്യുവാനും ദൈവത്തിന് മുമ്പാകെ ഞങ്ങൾക്ക് നിൽക്കുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ആത്മീയമായ കൂട്ടായ്മ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.